بسم الله الرحمن الرحيم ياسين والقرآن الحكيم യാസീൻ സാരസമ്പൂർണമായ ഖുർആൻ തന്നെ സത്യം. إنك لمن المرسلين തീർച്ചയായും നീ ദേവദൂതന്മാരിൽ ഒരുവനാകുന്നു. على صراط مستقيم ഉറപ്പായും നീ നേർവഴിയിലാണ്. تنزيل العزيز الرحيم പ്രതാപിയും പരമകാരുണികനുമായവൻ ഇറക്കിയതാണ് ഈ ഖുർആൻ. لتنذر قوما ما أنذر آباؤهم فهم غافلون ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്. അവരുടെ പിതാക്കൾക്ക് ഇതുപോലൊരു മുന്നറിയിപ്പുണ്ടായിട്ടില്ല. അതിനാൽ അവർ ബോധമില്ലാത്തവരാണ്. لقد حق القول على أكثرهم فهم لا يؤمنون അവരിലേറെ പേരും ശിക്ഷാവിധിക്കർഹരായിരിക്കുന്നു. അതിനാൽ അവരിത് വിശ്വസിക്കുകയില്ല. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون അവരുടെ കണ്ഠങ്ങളിൽ നാം കൂച്ചുവിലങ്ങണിയിച്ചിരിക്കുന്നു. അതവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. അതിനാൽ അവർക്ക് തല പൊക്കിപ്പിടിച്ചേ നിൽക്കാനാവൂ. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون നാം അവരുടെ മുന്നിൽ ഒരു മതിൽക്കെട്ടുയർത്തിയിട്ടുണ്ട്. അവരുടെ പിന്നിലും മതിൽക്കെട്ടുണ്ട്. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു. അതിനാൽ അവർക്കൊന്നും കാണാനാവില്ല. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون നീ അവർക്ക് താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒരുപോലെയാണ്. എന്തായാലും അവർ വിശ്വസിക്കുകയില്ല. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم നിന്റെ താക്കീത് ഉപകരിക്കുക ഉദ്ബോധനം പിൻപറ്റുകയും ദയാപരനായ അല്ലാഹുവെ കാണാതെ തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. അതിനാൽ അവരെ പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുക. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين നിശ്ചയമായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തു കൂട്ടിയതും അവയുടെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും നാം വ്യക്തമായ ഒരു രേഖയിൽ കൃത്യമായി ചേർത്തിരിക്കുന്നു. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون ഒരു ഉദാഹരണമെന്ന നിലയിൽ ആ നാട്ടുകാരുടെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون നാം അവരുടെ അടുത്തേക്ക് 2 ദേവദൂതന്മാരെ അയച്ചു. അപ്പോൾ അവരിരുവരെയും ആ ജനം തള്ളിപ്പറഞ്ഞു. പിന്നെ നാം മൂന്നാമതൊരാളെ അയച്ച് അവർക്ക് പിൻബലമേകി. അങ്ങനെ അവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ദേവദൂതന്മാരാണ്. قالوا ما أنتم إلا
بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ആ ജനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. പരമദയാലുവായ ദൈവം ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. قالوا ربنا يعلم إنا إليكم لمرسلون. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ അറിയാം, ഉറപ്പായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൈവദൂതന്മാരാണെന്ന്. وما علينا إلا البلاغ المبين. സന്ദേശം വ്യക്തമായി എത്തിച്ചു തരുന്നതിൽ കവിഞ്ഞ ഉത്തരവാദിത്തമൊന്നും ഞങ്ങൾക്കില്ല. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. ആ ജനം പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശ്ശകുനമായാണ് കാണുന്നത്. നിങ്ങൾ ഇത് നിർത്തുന്നില്ലെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടും. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ നോവുറ്റ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ദുശ്ശകുനം നിങ്ങളോടൊപ്പമുള്ളതു തന്നെയാണ്. നിങ്ങൾക്ക് ഉദ്ബോധനം നൽകിയതിനാലാണോ ഇതൊക്കെ? എങ്കിൽ നിങ്ങൾ വല്ലാതെ പരിധി വിട്ട ജനം തന്നെ. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടിവന്ന് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ ഈ ദേവദൂതന്മാരെ പിൻപറ്റുക. اتبعوا من لا يسألكم أجرا وهم مهتدون. നിങ്ങളോട് പ്രതിഫലമൊന്നും ആവശ്യപ്പെടാത്തവരും നേരെ ചൊവ്വേ ജീവിക്കുന്നവരുമായ ഇവരെ പിന്തുടരുക. وما لي لا أعبد الذي فطرني وإليه ترجعون. ആരാണോ എന്നെ സൃഷ്ടിച്ചത്, ആരിലേക്കാണോ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്, ആ അല്ലാഹുവെ വഴിപ്പെടാതിരിക്കാൻ എനിക്കെന്തു ന്യായം? أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. അവനെയല്ലാതെ മറ്റുള്ളവയെ ഞാൻ ദൈവങ്ങളായി സ്വീകരിക്കുകയോ ആ പരമകാരുണികൻ എനിക്ക് വല്ല വിപത്തും വരുത്താൻ ഉദ്ദേശിച്ചാൽ അവരുടെ ശുപാർശയൊന്നും എനിക്കൊട്ടും ഉപകരിക്കുകയില്ല. അവരെന്നെ രക്ഷിക്കുകയുമില്ല. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ. അങ്ങനെ ചെയ്താൽ സംശയമില്ല, ഞാൻ വ്യക്തമായ വഴികേടിലായിരിക്കും. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. തീർച്ചയായും ഞാൻ നിങ്ങളുടെ നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക. قيل ادخل الجنة قال يا ليت قومي يعلمون. നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹാ, എന്റെ ജനത ഇതറിഞ്ഞിരുന്നെങ്കിൽ. بما غفر لي ربي وجعلني من المكرمين. അഥവാ എന്റെ നാഥൻ എനിക്ക് മാപ്പേകിയതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും. وما أنزلنا على قومه من بعده من جند من السماء
كنا منزلين. നാം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ഉപരിലോകത്തുനിന്ന് ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കേണ്ട ആവശ്യവും നമുക്കുണ്ടായിട്ടില്ല. إن كانت إلا صيحة واحدة فإذا هم خامدون. അതൊരു ഘോരഗർജനം മാത്രമായിരുന്നു. അപ്പോഴേക്കും അവരൊക്കെയും നാമാവശേഷമായി. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ആ അടിമകളുടെ കാര്യമെത്ര ദയനീയം! അവരിലേക്ക് ചെന്ന് ഒരൊറ്റ ദേവദൂതനെപ്പോലും അവർ പുച്ഛിക്കാതിരുന്നിട്ടില്ല. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. പിന്നെ അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇതൊന്നും ഇക്കൂട്ടർ കാണുന്നില്ലേ? وإن كل لما جميع لدينا محضرون. സംശയമില്ല, അവരെല്ലാം നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. ഈ ജനത്തിന് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമിതാ. ചത്തുകിടക്കുന്ന ഭൂമി നാം അതിനെ ജീവനുള്ളതാക്കി, അതിൽ ധാരാളം ധാന്യം വിളയിച്ചു, എന്നിട്ട് അതിൽ നിന്നിവർ തിന്നുന്നു. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. നാം അതിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി, അതിലെത്രയോ ഉറവകൾ ഒഴുക്കി. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. അതിന്റെ പഴങ്ങൾ ഇവർ തിന്നാനാണിതെല്ലാം ഉണ്ടാക്കിയത്. ഇവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയവയല്ല ഇതൊന്നും. എന്നിട്ടും ഇക്കൂട്ടർ നന്ദി കാണിക്കുന്നില്ലേ? سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഭൂമിയിൽ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ, മനുഷ്യവർഗം, മനുഷ്യർക്കറിയാത്ത മറ്റനേകം വസ്തുക്കൾ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ! وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അതോടെ ഇവർ ഇരുളിലകപ്പെടുന്നു. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിന്റെ സൂക്ഷ്മമായ പദ്ധതി അനുസരിച്ചാണത്. والقمر قدرناه منازل حتى عاد كالعرجون القديم. ചന്ദ്രനും നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായിത്തീരുന്നു. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യനു സാധ്യമല്ല, പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല. എല്ലാ ഓരോന്നും നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. وآية لهم أنا حملنا ذريتهم
وذريتهم في الفلك المشحون ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. وخلقنا لهم من مثله ما يركبون ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون നാം ഇച്ഛിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും. അപ്പോഴിവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല, ഇവർ രക്ഷപ്പെടുകയുമില്ല. إلا رحمة منا ومتاعا إلى حين അങ്ങനെയൊന്ന് സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഇവർ നിശ്ചിത പരിധിവരെ ജീവിതസുഖം അനുഭവിക്കാനും. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കാനിരിക്കുന്നതും പിറകിൽ സംഭവിച്ചു കഴിഞ്ഞതുമായ വിപത്തുകളെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം എന്ന് ഇവരോടാവശ്യപ്പെട്ടാൽ ഇവരത് തീരെ ശ്രദ്ധിക്കുകയില്ല. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين ഇവർക്ക് തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊന്ന് വന്നെത്തിയാലും ഇവരത് പാടെ അവഗണിച്ചു തള്ളുന്നു. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നാവശ്യപ്പെട്ടാൽ സത്യനിഷേധികൾ വിശ്വാസികളോട് പറയും, അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ ഇവർക്ക് അന്നം നൽകുമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇവർക്ക് എന്തിന് അന്നം നൽകണം? നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെ. ويقولون متى هذا الوعد إن كنتم صادقين ഇക്കൂട്ടർ ചോദിക്കുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون യഥാർത്ഥത്തിൽ അവർ കാത്തിരിക്കുന്നത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ്. അവരന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും. فلا يستطيعون توصية ولا إلى أهلهم يرجعون അപ്പോഴിവർക്ക് ഒരു വസിയത്ത് ചെയ്യാൻ പോലും സാധിക്കുകയില്ല, തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും കഴിയില്ല. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون കാഹളത്തിൽ ഊതപ്പെടും. അപ്പോഴിവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്കലേക്ക് കുതിച്ചോടും. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തി എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് ആ പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദേവദൂതന്മാർ പറഞ്ഞത് സത്യം തന്നെ. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴേക്കും അവരതാ ഒന്നടങ്കം
നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നു. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. അന്നാളിൽ ആരോടും അല്പവും അനീതിയുണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്കുണ്ടാവുക. أصحاب الجنة اليوم في شغل فاكهون. സംശയം വേണ്ട, അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും. هم وأزواجهم في ظلال على الأرائك متكئون. അവരും അവരുടെ ഇണകളും സ്വർഗത്തണലുകളിൽ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. لهم فيها فاكهة ولهم ما يدعون. അവർക്കവിടെ രുചികരമായ പഴങ്ങളുണ്ട്. അവരാവശ്യപ്പെടുന്നതെന്തും അവിടെ കിട്ടും. سلام قولا من رب رحيم. സലാം, സമാധാനം, ഇതായിരിക്കും ദയാപരനായ നാഥനിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. وامتازوا اليوم أيها المجرمون. കുറ്റവാളികളെ, നിങ്ങൾ ഇന്ന് വേറെ മാറി നിൽക്കുക. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ആദം സന്തതികളെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചിരുന്നില്ലേ ചെകുത്താന് വഴിപ്പെടരുതെന്ന്? അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന്. وأن اعبدوني هذا صراط مستقيم. നിങ്ങൾ എനിക്ക് വഴിപ്പെടുക, ഇതാണ് നേർവഴിയെന്നും. وَلَقَدْ أَضَلَّ مِنكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. സംശയമില്ല, നിങ്ങളിലെ നിരവധി സംഘങ്ങളെ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? هَذِهِ جَهَنَّمُ الَّتِي كُنتُمْ تُوعَدُونَ. ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നരകം. اصْلَوْهَا الْيَوْمَ بِمَا كُنتُمْ تَكْفُرُونَ. നിങ്ങൾ സത്യത്തെ തള്ളിപ്പറഞ്ഞു. അതിന്റെ ഫലമായി നിങ്ങൾ ഇന്ന് നരകത്തിൽ കിടന്നെരിയുക. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നാം അവരുടെ വായ അടച്ചു മുദ്രവെക്കും. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. കാലുകൾ സാക്ഷ്യം വഹിക്കും അവർ ചെയ്തുകൊണ്ടിരുന്നതെന്താണെന്ന്. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകളെ തന്നെ നാം മായ്ച്ചു കളയുമായിരുന്നു. അപ്പോഴവർ വഴിയിലൂടെ മുന്നോട്ട് കുതിക്കാൻ നോക്കും. എന്നാൽ അവരെങ്ങനെ വഴി കാണാനാണ്? وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരെ അവർ നിൽക്കുന്നിടത്ത് വെച്ചു തന്നെ രൂപമാറ്റം വരുത്തുമായിരുന്നു. അപ്പോഴവർക്ക് മുന്നോട്ടു പോവാനാവില്ല, പിന്നോട്ട് മടങ്ങാനും കഴിയില്ല. وَمَن نُّعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. നാം ആർക്കെങ്കിലും ദീർഘായുസ് നൽകുകയാണെങ്കിൽ അയാളുടെ പ്രകൃതി തന്നെ പാടെ മാറ്റിമറിക്കുന്നു.
എന്നിട്ടും ഇതൊന്നും അവരൊട്ടും ആലോചിച്ചറിയുന്നില്ലേ? وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. നാം അദ്ദേഹത്തെ കവിത പരിശീലിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് യോജിച്ചതല്ല. ഇതാകട്ടെ ഗൗരവപൂർണമായ ഒരു ഉദ്ബോധനമാണ്, സ്പഷ്ടമായി വായിക്കാവുന്ന വേദപുസ്തകം. لينذر من كان حيا ويحق القول على الكافرين. ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്, സത്യത്തെ തള്ളിപ്പറയുന്നവർക്കെതിരെ ന്യായം സ്ഥാപിച്ചെടുക്കാനും. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. നമ്മുടെ കരങ്ങളുണ്ടാക്കിയവയിൽ പെട്ടവയാണ് കന്നുകാലികളെന്ന് അവർ കാണുന്നില്ലേ? അവർക്ക് വേണ്ടിയാണ് നാം അത് സൃഷ്ടിച്ചതെന്നും ഇപ്പോഴവ അവരുടെ അധീനതയിലാണല്ലോ. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. അവയെ നാം അവർക്ക് മെരുക്കി ഒതുക്കിക്കൊടുത്തിരിക്കുന്നു. അവയിൽ ചിലത് അവരുടെ വാഹനമാണ്, ചിലതിനെ അവർ ആഹരിക്കുകയും ചെയ്യുന്നു. وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ. അവർക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്, പാനീയങ്ങളുമുണ്ട്, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ? وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَعَلَّهُمْ يُنصَرُونَ. തങ്ങൾക്ക് സഹായം കിട്ടാനായി അല്ലാഹുവെ വെടിഞ്ഞ് പല ദൈവങ്ങളെയും അവർ പങ്കാളികളായി സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. لا يستطيعون نصرهم وهم لهم جند محضرون. എന്നാൽ അവരെ സഹായിക്കാൻ അവയ്ക്ക് സാധ്യമല്ല. യഥാർത്ഥത്തിൽ അവർ ആ ദൈവങ്ങൾക്കായി തയ്യാറായി നിൽക്കുന്ന സൈന്യമാണ്. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അതിനാൽ അവരുടെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതുമൊക്കെ നാം നന്നായി അറിയുന്നുണ്ട്. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. മനുഷ്യനെ നാം ഒരു ബീജകണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? എന്നിട്ടിപ്പോൾ അവനിതാ ഒരു പ്രത്യക്ഷ ശത്രുവായി മാറിയിരിക്കുന്നു. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവൻ നമുക്ക് ഉപമ ചമച്ചിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ച കാര്യം അവൻ തീരെ മറന്നുകളഞ്ഞു. അവൻ ചോദിക്കുന്നു, എല്ലുകൾ പറ്റേ ദ്രവിച്ചു കഴിഞ്ഞ ശേഷം അവയെ ആര് ജീവിപ്പിക്കാനാണ്? قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. പറയുക, ഒന്നാം തവണ അവയെ സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും അവയെ ജീവിപ്പിക്കും. അവൻ എല്ലാവിധ സൃഷ്ടിയും നന്നായി അറിയുന്നവനാണ്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയുണ്ടാക്കി തന്നവനാണവൻ. അങ്ങനെ നിങ്ങളിപ്പോഴിതാ
അതുപയോഗിച്ച് തീ കത്തിക്കുന്നു. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. ആകാശഭൂമികളെ പടച്ചവൻ അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലെന്നോ? അങ്ങനെയല്ല, അവൻ കഴിവുറ്റ സ്രഷ്ടാവാണ്, എല്ലാം അറിയുന്നവനും. إنما أمره إذا أراد شيئا أن يقول له كن فيكون. അവൻ ഒരു കാര്യമുദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കും അതുണ്ടാകുന്നു. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സകല സംഗതികളുടെയും സമഗ്രാധിപത്യം ആരുടെ കയ്യിലാണോ, നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണോ, അവനാണ് പരിശുദ്ധൻ.